നമസ്കാരം. സ്ഥായിയും ശ്രുതിയും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്താണെന്നുള്ളതാണ്. സത്യം പറഞ്ഞാല് ശ്രുതിയും സ്ഥായിയും തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ മുന്നിലുള്ള വീഡിയോസുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്വരവും മിഡിൽ സ്വരവും അപ്പർ സ്വരവും എടുത്തിട്ടാണ് നമ്മൾ ഒരു ശ്രുതിയെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോ താഴത്തെ ശ്രുതിയിൽ പാടുന്നതിനെ നമ്മൾ മന്ത്രസ്ഥായി എന്ന് പറയും, സ്ഥായിയിൽ മന്ത്രസ്ഥായി. മിഡിൽ സ്വരങ്ങളിൽ പാടുന്നതിനെ നമ്മൾ മധ്യസ്ഥായി എന്ന് പറയും. മേൽ പിച്ചിൽ പാടുന്നതിനെ നമ്മൾ താരസ്ഥായി എന്ന് പറയും. അങ്ങനെ സ്ഥായിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്രസ്ഥായി അഥവാ താഴെ പാടുന്ന വരിശകൾ, താഴെ പാടുന്ന നമ്മുടെ സ്വരങ്ങൾ ഒക്കെ മന്ത്രസ്ഥായി വരിശകളിൽ വരുന്നു. മിഡിലിൽ പാടുന്നതെല്ലാം മധ്യസ്ഥായിയിൽ വരുന്നു. ഹൈ നോട്ട്സ് പാടുന്നതെല്ലാം താരസ്ഥായിയിൽ വരുന്നു. ഇതാണ് ശ്രുതിയും